ഗ്ലോറി ടു ഗാഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കൂടെ അയക്കുന്ന വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ചിരുന്നു. അതിൻ്റെ മറുപടികൾ കാണുവാനും അവർക്കത് അനുഭവിച്ചറിയുവാനും ഇടയായിത്തീർന്നു. നിങ്ങൾ ധൈര്യമായ രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ശക്തമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ എപ്പിസോഡ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആഴ്ചയിൽ 3 ദിവസം ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. തിങ്കൾ, ബുധൻ, ശനി രാത്രി 9 മണിക്ക്. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹത്തോടെ നമ്മുടെ എപ്പിസോഡുകൾ കടന്നുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഈ മെസ്സേജുകൾ വരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന ഒരു നിമിഷമാണെന്ന് പറഞ്ഞു. വളരെ വെയിറ്റ് ചെയ്തുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു അനുഭവം അനേകരുടെ ജീവിതത്തിൽ അതൊരു ബലമാക്കി കർത്താവ് തീർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വലിയ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യട്ടെ. എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ദൈവം നൽകിയ ഒരു പ്രധാനപ്പെട്ടൊരു ദൂതാണ്, വിശ്വസിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് യേശു പറഞ്ഞ ഒരു വാക്കാണ്. വിശ്വസിക്കുക മാത്രമല്ല, വിശ്വാസത്തിൻ്റെ അടുത്ത മേഖലയെന്ന് പറഞ്ഞാൽ നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും എന്ന് പറഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ദൈവമഹത്വമാക്കി നിൻ്റെ വിഷയത്തിനകത്ത് കർത്താവ് തീർക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, യേശു കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. അതിൻ്റെ അർത്ഥം, വിശ്വസിക്കാൻ പറ്റാവുന്ന സാഹചര്യത്തിലല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി. അതാണ് അതിൻ്റെ പ്രത്യേക മർമ്മം. നമുക്ക് പോസിബിൾ എന്ന് തോന്നുന്ന കാര്യത്തിലാണെങ്കിൽ നമുക്കതിനകത്ത് ഭയങ്കര വിശ്വാസം ഉണ്ടാകും. അത് നടക്കും. 100 രൂപ നമ്മുടെ പോക്കറ്റിനകത്ത് വെച്ചിട്ട് 50 രൂപയുടെ ഒരു സാധനം വാങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റും. നമുക്കതിൽ ഫെയ്ത്ത് ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് കോൺഫിഡൻസ് മതി, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്നുള്ള ഓർത്ത് നമ്മൾ പോകും. എന്നാൽ 100 രൂപ മാത്രം ഉണ്ടായെടുത്ത് 1000 രൂപയുടെ ഒരു തിങ്സ് വാങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമുക്ക് റോള് ചെയ്യാൻ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ് നമുക്ക്. എന്നാൽ കാര്യം അത്യാവശ്യമാണ്. ഞാനൊരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ. ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഭയങ്കര ടെൻഷൻസ് കയറും. കാര്യം നടക്കണം, അല്ലെങ്കിൽ വണ്ടിക്കൂലിക്ക് തികയണം, അല്ലെങ്കിൽ ആ ഫീസ് അടയ്ക്കാൻ ആ പൈസ ഫണ്ട് തികയണം. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായി കിടക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആ അസാധ്യമായ വിഷയത്തെ നോക്കിയിട്ടാണ് നമ്മൾ പറയേണ്ടത്, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഇത് നടക്കുക മാത്രമല്ല, ഇതിനകത്തൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരും. ഇതിനകത്തൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരും. നമുക്കറിയാം, ഒരു ലാസറിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിലാണ് യേശു പറയുന്ന ഈ വാക്ക്. നമുക്കെല്ലാം സുപരിചിതമാണ്. ബഥാനിയയിലെ ലാസർ മരിക്കപ്പെട്ടു. ദീനമായി കിടക്കുന്നത് യേശു അറിഞ്ഞതാ. എന്നാൽ യേശു കർത്താവ് മരണവാർത്തയും അറിഞ്ഞു. എന്നാൽ യേശു കർത്താവ് ആ വീട്ടിലേക്ക് എൻട്രി ചെയ്തത് ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് യേശു കർത്താവ് അവിടെ എൻട്രി ചെയ്യുന്നത്. കാരണം ആ യേശുവും മാർത്തയും മറിയയും ലാസറും അടങ്ങുന്ന ആ ഫാമിലിയുമായിട്ട് ഭയങ്കര അറ്റാച്ചുള്ളൊരു കുടുംബമാണ്. ആ വീട്ടിനകത്ത് ഒരു പ്രയാസം വന്നപ്പോൾ
യേശു അവിടെ സൈലന്റ് ആയിട്ട് നിൽക്കുക. യേശു കർത്താവ് അവിടെ എന്ത് ചെയ്യുന്നില്ല, അവർ ആ ലാസറിനെ വന്ന് പനി മാറ്റുന്നില്ല. മരണമുണ്ടായപ്പോൾ ആ വീട്ടിൽ ആശ്വസിപ്പിക്കുവാനായിട്ട് കടന്നു ചെല്ലുന്നില്ല. ഭയങ്കര അറ്റാച്ചുമായിട്ടുള്ള ഒരു ഫാമിലിയിൽ. ഞാൻ അവിടെ നിന്നോട്ടൊരു ദൂത് പറയാം. പലപ്പോഴും നീ കർത്താവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവേ, ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാൻ കിട്ടുന്ന സമയം ഞാനും എൻ്റെ കുടുംബവും അങ്ങിലേക്ക് മാത്രം ആശ്രയിക്കുന്നു, അങ്ങേ മാത്രം ചേർത്ത് പിടിക്കുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ പലപ്പോഴും എന്താ കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത്? അങ്ങ് ആശ്രയമാണല്ലോ. എന്തുകൊണ്ടാണ് കർത്താവേ എൻ്റെ ആ ശബ്ദത്തെ അങ്ങ് കേൾക്കാതെ പോകുന്നത്? ഇങ്ങനെയുള്ള ചിന്താഗതിക്കകത്തേക്ക് കുഴഞ്ഞു നിൽക്കുന്നവരാണ് പലപ്പോഴും. എന്നാൽ അവരോട് ഒരു ദൂത് പറയാനായിട്ടുള്ളത്, നിന്റെ ആ പ്രശ്നത്തെ കാണാതിരിക്കുന്ന ദൈവമല്ല, നിന്റെ ആ പ്രതിസന്ധിയെ കാണാണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ദൈവമല്ല, അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു മഹത്വമുണ്ട്. കാരണം നീ അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ വെളിപ്പെട്ടു വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. യേശു ഇത്രയും സ്നേഹിച്ച കുടുംബത്തിനകത്ത് മരണം നടന്നു, വീട്ടിൽ വന്നില്ല. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കല്ലറയുടെ ഭവനത്തിലേക്ക് വന്നപ്പോൾ പറയുന്നു, അവിടുത്തെ സഹോദരിമാർ പറയുന്നു, യേശുവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യമൊക്കെ ഈസി ആയാനെ. ഇനി അവനെ അന്വേഷിച്ചിട്ട് എന്താ കാര്യം? അവൻ എന്താ പറയുക, അവൻ ജീർണിക്കപ്പെട്ടു പോയി, ദിവസങ്ങളായല്ലോ എന്ന്. എന്നാൽ യേശു അവരോട് പറയുന്ന വാക്ക്, വിശ്വസിച്ചാൽ എൻ്റെ മഹത്വം നീ കാണും. ജീർണിക്കപ്പെട്ട് കിടക്കുന്ന വിഷയമാകട്ടെ, കമാൺ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഏത് ജീർണിക്കപ്പെട്ട വിഷയമാകട്ടെ, ഏത് അസാധ്യമായ വിഷയമാകട്ടെ, പക്ഷെ നിന്റെ വിഷയത്തിനകത്ത് കൈകാര്യം ചെയ്യാൻ പോകുന്നത് പുനരുദ്ധാനത്തിൻ്റെ ശക്തിയുള്ള നസറേയനായ യേശുവാണ് എന്ന് ഇപ്പോൾ നീ തിരിച്ചറിയുക. യേശുവാണ്. ആര്? വെറുതെ ഉള്ള ഒരു ഇടപെടലല്ല, പുനരുദ്ധാനത്തിൻ്റെ ശക്തിയുള്ളവൻ, കല്ലറകളെ ഭേദിച്ചവൻ. ആ യേശു കർത്താവ് പറയുന്നത്, നീ വിശ്വസിച്ചാൽ എൻ്റെ മഹത്വത്തെ നീ കാണും. അതിൻ്റെ 43-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. യേശു കർത്താവ് പറഞ്ഞു, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വാക്ക് മരിച്ചവൻ്റെ മേൽ ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഇറങ്ങി. ലാസർ പുറത്തു വരിക, അല്ലേ? ലാസർ പുറത്തു വരിക. ലാസർ പുറത്തു വരികയും അത് ജനമൊക്കെ കണ്ടു. അവനോട് കർത്താവ് പറഞ്ഞത്, അവൻ്റെ കൈകാലുകളൊക്കെ ബന്ധിച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ കെട്ടഴിച്ചു വിട്, സ്വതന്ത്രനായി പോകട്ടെ. അവിടെ നിന്നോടൊരു മർമ്മം പറയാം. നിന്നെ സ്വാതന്ത്ര്യം പോലും ഇല്ലാതാക്കി, നിന്റെ കൈകാലുകളെ ബന്ധിച്ച് നിന്നെ പൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഏത് മനുഷ്യൻ, ഏത് ലോകം നിന്റെ കൈകാലുകളെ ബന്ധിച്ചോ, അതേ ലോകത്തെ കൊണ്ട് ദൈവം അഴിപ്പിക്കും. കമാൻ. എവിടെയാണോ, ആരാണോ നിന്നെ ബന്ധിച്ചത്, ആരാണോ നിന്റെ വഴിയെ തടഞ്ഞത്, ആരാണ് നിന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കിയത്, അതേ ലോകക്കാരെ കൊണ്ട് ദൈവം ചിലത് അഴിപ്പിക്കും. അതിൻ്റെ പുറത്തൊരു ദൈവത്തിൻ്റെ നീതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, ഒറ്റക്കാരും വിശ്വസിക്കുക. എൻ്റെ ജീവിതത്തിൽ ഇനി ഈ ദിവസങ്ങൾ നടക്കാൻ പോകുന്നത് മഹത്വകരമായ ചില കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ദൈവമഹത്വം വെളിപ്പെടുന്നതായ കാര്യങ്ങളാണ്. ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് ആ കുടുംബത്തോട് പറഞ്ഞ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള ഉറപ്പും പ്രാർത്ഥനയോടുകൂടിയായിരിക്കുക. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഈ ദൂതനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ എന്തുമാകട്ടെ, കല്ലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടു പോലെ കിടക്കുന്ന സാഹചര്യങ്ങളാണെങ്കിൽ
യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ ഭയങ്കരമായൊരു വിടുതൽ കർത്താവ് ചെയ്യട്ടെ. അവരുടെ വിഷയങ്ങൾ പുറത്തു വരട്ടെ. അവരാഗ്രഹിക്കുന്ന വിഷയങ്ങളുടെ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളുടെ മേലുണ്ടാകട്ടെ, ശുശ്രൂഷകളിൽ ഉണ്ടാകട്ടെ, വ്യക്തികളിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമം ചൊല്ലി ഞാനിപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം തന്നെ മക്കളുടെ മേലുണ്ടാകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശ്വസിക്കുക, മഹത്വം കാണുക, ദൈവപ്രവൃത്തിയിലെ സ്വാതന്ത്ര്യം അനുഭവിക്കുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.